നമ്മൾ ഫയലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോവാം. സ്പെഷ്യൽ എന്ന് പറയുന്നത് കേട്ടോ ബീഫ് എങ്ങനത്തെ അറിയാം പള്ളിക്ക് നമ്മളെ മൗലൂദിന് ഒരു പുരുഷന് ആ ഭർത്താവ് അറിയണമെന്ന് ബന്ധപ്പം നിർബന്ധം പിന്നെ അറിഞ്ഞു നോക്ക അതിലിപ്പോ എന്താ കാര്യം അറിഞ്ഞിട്ട് അന്നത്തെ തല പിടിച്ച് 4 തള്ളല് ഗൈസ് എൽജിനെ അപ്പൊ എങ്ങനെ കൊണ്ടുപോവാ ആകെ പോരായിട്ട് ഇതായിക്കണം കേട്ടോ. ഗൈസ് അപ്പൊ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇൻട്രോയില് കൊറേ അതിൽ എന്നെ കണ്ടിട്ടില്ലേ? അതെ ചാനൽ എന്റെ കയ്യിലാണ്. അപ്പൊ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങള്? സുഖം. എന്താ വീഡിയോസ് ഞാൻ ഇടക്കിടക്ക് ഉണ്ടല്ലോ. വീഡിയോസ് ഒന്നും ഇടാൻ സമയമില്ല, ചെറിയ കുട്ടിയായതുകൊണ്ട് അല്ലേ ശനോ? നമുക്ക് പിന്നെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് നമുക്ക് പെരിന്തൽമണ്ണ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പോണ്ട്. അസെന്റ് ഹോസ്പിറ്റലിൽ അലർജിയുടെ കുറച്ച് വിഷയമുണ്ട്. എന്തുണ്ട് അപ്പൊ ഇന്നൊരു ചെറിയ സ്കിൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മള് എൽസിനുണ്ട് കേട്ടോ. അവന് നല്ല ഉറക്കാണ്. അവനെ ഞാൻ എന്റെ ഉമ്മാന്റെ അടുത്ത് ആക്കാന്ന് വിചാരിച്ചു. എടയൂർക്ക് പോയിക്കൊണ്ടിരിക്കാണ്. കാരണം ടെസ്റ്റ് ഉള്ളതല്ലേ. അപ്പൊ പിന്നെ ഇവർക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും വെച്ചിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഉമ്മാന്റെ അടുത്താക്കാം. പിന്നെ വീട്ടിലല്ലെങ്കിൽ ഉറക്കവും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവില്ലല്ലോ. അപ്പൊ അവർക്ക് കുറുമ്പ് വാശിയൊക്കെ കയറാം. അപ്പൊ പിന്നെ വീട്ടിലാവുമ്പോ കുഴപ്പമില്ലല്ലോ വെച്ചിട്ട് അങ്ങനെ നിർത്തുന്നത് അറിയില്ല. പോയിട്ട് വരണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇപ്പം കൂടി ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വന്നോളും. അല്ലേ കരയാണ് പറഞ്ഞിട്ട് കുട്ടി. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നേരെ നമ്മള് എടിയൂര് ഏകദേശം എത്താനായി. അപ്പൊ ഇനി അവിടെ ആക്കണം. എന്നിട്ട് ഞങ്ങൾ നേരെ പിന്നെ നമുക്ക് നമ്മുടെ കമന്റിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ? എവിടെയാണ് ഫിദ, എന്താണ് അവര് വീട്? ഇപ്പോഴും നമ്മളിപ്പോ വീഡിയോസ് കാണുമ്പോൾ അവര് ചോദിക്കും നിങ്ങള് വളാഞ്ചേരിയാണ് വളാഞ്ചേരി എവിടെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. മണ്ണാർക്കാട് നമ്മള് പോയപ്പോ കൊറേ മണ്ണാർക്കാട് രണ്ടാമത്തെ അനിയന്റെ വൈഫ് ഹൗസ് ആണ്. എന്താണ് മണ്ണാർക്കാട് എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ അതൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോസ് സംഭവം ഇടാറില്ല എന്ന് മാത്രം. ഇടക്കിടക്ക് ഓരോന്ന് മറ്റേ പുട്ടില് തേങ്ങ ഇടണ പോലെ നമ്മള് വീഡിയോസ് ഇടണം. പുട്ടില് തേങ്ങ ഇടക്കിടക്കല്ലേ കോമഡിയാ, തമാശയാണ്. അപ്പൊ നമ്മള് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ നേരം എടിയൂര് പോണം. എടിയൂര് പോയിട്ട് കുട്ടീനെ അമ്മാന്റെ അടുത്ത് കൊടുക്കണം. അവിടെ അളിയന്റെ വണ്ടി ഉണ്ട്, അത് എടുത്തിട്ട് വേണം പോണെങ്കിലേ. വണ്ടി ഒന്ന് ചേഞ്ച് ചെയ്യണം. നമ്മൾക്ക് ഈ ചെറിയ വണ്ടിയിൽ പോരാ. അങ്ങനൊന്നല്ല, അതൊന്നും ലോങ് ഓടലില്ല. അപ്പൊ ഒന്ന് ഓടാച്ചിട്ട് നിർത്തിട്ട കംപ്ലൈന്റ് വരില്ലേ. ആളെ പോയിട്ട് ഏകദേശം കുറച്ചായി. അപ്പൊ പിന്നെ അതവിടെ ഇങ്ങനെ അധികം ഓട്ടില്ല. പിന്നെ ബാറ്ററി ഒക്കെ പെടുത്ത് മാറ്റിയിട്ടുണ്ട്. ബാറ്ററി ഒക്കെ കംപ്ലൈന്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പൊ ഞാൻ എൻ്റെ വീട് പിന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടോ കേട്ടോ. എൻ്റെ വീട്ടിലെത്തി. അപ്പൊ ഇമ്മ എവിടുക്കോ പോവാൻ വേണ്ടി കാത്തു നിൽക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ എൽസിനെ അവിടെ ആക്കിയിട്ടുണ്ട്. ഉമ്മ കുറച്ച് ചക്കപ്പഴമൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ റിയാസൊക്കെ വണ്ടി എടുക്കുന്നു. നമ്മളിതിലായിട്ട് പോകണം. ഇത് അവർക്ക് കൊടുത്തു. അപ്പം ഞങ്ങൾ എൽസിനെ വീട്ടിലൊക്കെ ആക്കി അവിടെ നിന്ന് പോന്നു. ഉമ്മ ഇപ്പം കൂടി അങ്ങനെ വാൻശാലക്കൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഓനായിട്ട് പോകണം. ഓൻ ഏതായാലും ഉറങ്ങാണല്ലോ. അപ്പോൾ അങ്ങനെ ഇല്ല. ഓനക്ക് എൻ്റെ ഉപ്പാനെ കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇത് ശീലിക്കണ്ടേ കുട്ടികൾ. 1 വയസ്സായ കുട്ടിയല്ലേ? 1 വയസ്സായ കുട്ടിനെ നമ്മൾ വേറെ അടുത്ത് കൊടുത്ത് പിന്നെ 6 മാസമായി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട് ഇല്ലേ? സാഹചര്യങ്ങളിലൊക്കെയാണ്. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു പഠിക്കാൻ പോകുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിപ്പോ
കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓനക്ക് അവിടെ ഇങ്ങനെ നടക്കേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കണല്ല. പക്ഷെ ഒരു വയസ്സാകുമ്പോ നമ്മളൊന്ന് നിർത്തിയാക്കല്ലേ. അങ്ങനെയല്ല, നമുക്കത് ശീലമില്ല, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വരുന്നത്. എനിക്കൊരു ഫീലിംഗ് അങ്ങനെ വിട്ട് നിർത്തിയിട്ടില്ല. നമ്മൾക്ക് ഒറ്റക്ക് ചിലപ്പോ ട്രിപ്പ് അടിക്കാനൊക്കെ പൂതി ഉണ്ടാവേ. അപ്പൊ അതിനൊക്കെ പ്ലാനിങ്ങുകളൊക്കെ ആക്കാരം. എന്റെ ഫ്രണ്ട്സിന്റെ അവിടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഒപ്പം അങ്ങനെയൊക്കെ പോണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുട്ടികളൊക്കെ ആദ്യം തന്നെ നിർത്തി ശീലിക്കണ്ടേ. ഒരു വയസ്സായ കുട്ടീനെ ഇട്ടിട്ട് കൊടുക്കും പോകണ്ട. ഞാൻ പോയിക്കണെന്ന് വെച്ചാല് വളാഞ്ചേരിക്കൊക്കെ പോയിക്കണട്ടാ. അതിപ്പോ ഞമ്മക്കൊന്ന് കുട്ടി പിന്നെ എന്തെങ്കിലും പിന്നെ കരയെ പിടിക്കുക എന്തെങ്കിലുമൊക്കെ വാശി പിടിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് വന്നൂടെ. ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ ഇപ്പൊ നമ്മുടെ കുട്ടീനെ വീട്ടിലൊക്കെ ആക്കിയിട്ട് എടുക്കും പോവാ, അതൊന്നൊരു ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇതിപ്പോ നമ്മൾ ഹോസ്പിറ്റൽ കേസ് പോകുമ്പോൾ നമുക്ക് എന്താണ് ഏതാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ആളുകൾ ചോദിക്കും പിന്നെ എന്തിനാ അത്ര നിങ്ങൾ ഇടങ്ങറ് പിടിച്ചിട്ട് കുട്ടീനെ അവിടെ ആക്കിയിട്ട് പോണെന്ന്. അതല്ല നമ്മള് പറയാന്ന് മാത്രം. എന്തായാലും നമുക്ക് നോക്കാം. എന്നും പിന്നെ ഡോക്ടറെ കാണാനില്ല, ടെസ്റ്റ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ വേഗം കഴിച്ചു പോരാ. എന്നും അലർജിയാണ് ഇവിടെ. അലർജി തന്നെ അലർജി തന്നെ. ഈ അലർജിക്ക് എന്തെങ്കിലും മാർഗങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിട്ടോ. കാരണം നമ്മളിത് ഇങ്ങനെ ഒരുപാട് വൈദ്യന് ചികിത്സ നടത്തി, പിന്നെ കുറെ അരിഷ്ടങ്ങൾ കാര്യങ്ങൾ അത് കുടിച്ചു. പിന്നെ ഇപ്പൊ അസെന്റില് പിന്നെ ഏത് ഡോക്ടർ പേരെന്താ? ഷറഫുദ്ദീൻ ഡോക്ടറാണ്. ഈ ഡോക്ടർ കുഴപ്പമില്ല എന്ന് ഇപ്പൊ നമുക്ക് പിന്നെ മെഡിസിനെ കണ്ടിന്യൂ ചെയ്യണ്ടല്ലേ. മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം. പക്ഷെ എനിക്ക് പ്രശ്നം എന്ന് വെച്ചാല് ചൊറിച്ചിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. തുമ്മല് മൂക്കൊലിപ്പ്, ഇതാണ് കണ്ണ് ചൊറിച്ചില്. തല നല്ലോണം ഒന്ന് മാറുന്നു കഴിഞ്ഞാൽ അപ്പൊ കണ്ണ് ചൊറി. പിന്നെ തുമ്മലായി, ജലദോഷായി. തന്നെ പൊടി തട്ടാൻ പാടില്ല, അപ്പൊ തുമ്മ, ജലദോഷം. പല അലർജി ഉണ്ട്. അപ്പൊ ഇന്നൊക്കെ എന്തിനാണ് അലർജി വരുന്നതെന്നുള്ള പല ചികിത്സകളും നടത്തി. ലാസ്റ്റ് പോയി അസെന്റിൽ എത്തിയിട്ടാണ് നമുക്ക് കുറച്ചൊരു മാറ്റങ്ങൾ ഉള്ളത്. നല്ല പൈസ കേട്ടോ അസെന്റില്. അല്ലേ, ഓരോ ചെക്കപ്പിനും ഓരോ ഡോക്ടറെ അടുത്ത് പോയി വരുമ്പോ നല്ലൊരു എമൗണ്ട് ആണ്. മാറട്ടെ, അതിന് വേണ്ടിട്ടല്ലേ ഇപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്യണേ. ഇപ്പൊ ഞങ്ങൾ ഇനി പെരിന്തൽമണ്ണ പോകുന്ന വഴിയിലാണ് അല്ലേ. ഭക്ഷണം വേണ്ടല്ലോ എനിക്ക്. പുറത്തിറങ്ങിയ ആകെ 2 കാര്യങ്ങൾ നമുക്ക് വേണ്ട. പക്ഷേ ഫുഡ് വേണമെന്ന് വെച്ചാൽ വേണം, പക്ഷെ കൂടുതൽ കഴിക്കൂല. അങ്ങനല്ലേ, കഴിക്കണ ക്വാണ്ടിറ്റി കുറേ കയറും. പക്ഷെ എല്ലാതും വേണ്ടി വരും. നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവൾക്ക് മസാലയിലൊന്ന് കയറും വേണം. അവിടേക്കൊന്ന് പോകണം. അവൾക്ക് പോയില്ലെങ്കിൽ ഒരു സമാധാനം അവൾക്ക് കിട്ടൂല. പിന്നെ അപ്പൊ അവിടെ എത്തിയിട്ട് കാണാല്ലേ. നമുക്ക് ഹോസ്പിറ്റലിൽ കാണിച്ചു കൊടുക്കാം. കാരണം അത് പുതിയ ഹോസ്പിറ്റൽ കേട്ടോ. അസെന്റ് പെരിന്തൽമണ്ണ നമ്മള് ബൈപ്പാസിനോട് ചാരിട്ടായിരുന്നു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നത്. അവിടെ പാർക്കിംഗ് ചെറിയൊരു അവിടെ പോയാൽ ഞാൻ ആകെ ബുദ്ധിമുട്ടായിരുന്നു. പാർക്കിംഗ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട്. ഇപ്പൊ നല്ല അടിപൊളിയായി. അവരെ സ്വന്തം കെട്ടിടത്തൊക്കെ എന്തോ ആയി തോന്നുന്നു അല്ലേ. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയില്ല. 2-3 മാസമായിട്ടുള്ളൂ തോന്നുന്നു ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട്. പക്ഷെ അവിടുന്ന് ഒന്നും അറിയാം. ആ അസെന്റിൽ നിന്ന് കേറിയ ഉടൻ തന്നെ ക്യാമറ ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ഫൈൻ വന്നാണ്. ബെൽറ്റ് ഇടാൻ മറന്നു. അതെ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് ചെക്കപ്പിന് പോയി വരുമ്പോ ബെൽറ്റ് ഇടാൻ മറന്നു. ഞാനല്ല ഞാൻ ബെൽറ്റ് ഉടൻ തന്നെ അവിടെ ഒരു ക്യാമറ ഉണ്ട്. അതിന്റെ 500 വന്നിട്ടുണ്ട്. അതിന്റെ 500 മിഞ്ഞാന്നാണ്. പിക്ചർ അടക്കണ്ട്. അപ്പൊ നമ്മളിതാ പെരിന്തൽമണ്ണ എത്തിയില്ലേ. അങ്ങാടിപ്പുറം കഴിഞ്ഞു. നമ്മൾ ബൈപ്പാസിനോട് എത്താൻ. ബൈപ്പാസിന്റെ ബസ്സൊക്കെ ചീറിപ്പാഞ്ഞു പോകുമ്പോ അവർക്ക് സമയമില്ലാത്തോണ്ടായിരിക്കും. നിങ്ങള് പിന്നെ പിന്നാലെ തന്നെ അല്ലേ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? നിങ്ങൾക്ക് ബസ് ഉള്ളതുകൊണ്ട് അല്ലേ. ബസ്സിന്റെ വില പിന്നാലെന്നുള്ളതല്ല, അവർക്ക് സമയക്കുറവ് കാരണത്താലാണ് അങ്ങനെ പോകേണ്ടി വരുന്നത്. അങ്ങനെ ഓടിച്ചിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും. അവര് ഒരു അരിക്കൈക്ക് വേണ്ടിട്ടല്ലേ. ഇവിടെ നമ്മൾ പഴയ അസെന്റ് ഇവിടെ എവിടോ ആണ്. ഈ റൂട്ടിനല്ലേ? ആ റൂട്ടിന് തന്നെ കാണിച്ചത്. റൈറ്റ് സൈഡില്
കല്യാണം കണ്ടോ? കല്യാണം കണ്ടു. കല്യാണം കണ്ടു എന്നല്ല, കല്യാണം ജ്വല്ലറി. ഇതാണ് നമ്മളെ പഴയ അസെന്റ് ട്ടോ. പൊളിച്ചോ? പൊളിച്ചൊക്കെ അത് കാണാം. ഇനി നമ്മൾ പുതിയ അസെന്റിലോട്ട് പോകും. നമ്മളോട്ട് പോയത്രോട്ടം പോയിക്കണോ? ഒരു വട്ടം ഇനോഗ്രേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പോയത് ചെക്കപ്പിന്. 1 മാസം കഴിഞ്ഞു. ഇതിൽ നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ അസെന്റില് എന്താണ് ട്രീറ്റ്മെന്റ് അത് ENT ഹോസ്പിറ്റലാട്ടോ അസെന്റ്. അപ്പോൾ ട്രീറ്റ്മെന്റ് ആരെങ്കിലും അവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ, വെറുതെ അറിഞ്ഞിരിക്കാനട്ടോ. അല്ല കമന്റ് ചെയ്തവർക്ക് ഡോക്ടർ ഫീ കൊടുക്കണ്ടേ? വെറുതെ രസം അറിഞ്ഞിരിക്കാലോ. അങ്ങനെ പെരിന്തൽമണ്ണ നമ്മൾ ടൗണിലെത്തി. ഹോസ്പിറ്റലിലെത്തിട്ടോ. ഹോസ്പിറ്റലിലേക്ക് പോണൊരു ഫീലല്ലല്ലോ. വീട്ടിൽ കയറി ചെല്ലണോ? വീട്ടിലോ വല്ല റിസോർട്ടൊക്കെ കയറി ചെല്ലണോ? ഇതാണ് പുതിയ അസെന്റ് ഹോസ്പിറ്റൽ. എങ്ങനെ ഉണ്ടാവണാവോ എൻ്റെ സ്കിൻ ടെസ്റ്റ്. നമ്മൾ ഫയലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോവാം. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ രണ്ടാമത്തെ നിലയിലാണ്. ഇതിലല്ലേ ഫസ്റ്റ് ഫ്ലോറിൽ. അപ്പോൾ ഇവിടെ ടെസ്റ്റ് പൊടി അതെന്താ വിചാരിക്കുക? എൽസിന് ഞാൻ ഡോക്ടർക്ക് ബുക്ക് ചെയ്യാണ്. അപ്പോൾ ഓനും ഉണ്ട് അവിടെ. അതിൻ്റെ ഇടയിൽ ഇൻ്റെതിന് മേടിച്ചിട്ട് കടിച്ചതാണ്. വെയിറ്റിങ്ങിലാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ടെസ്റ്റിന് കയറിയിട്ടില്ല. ടെസ്റ്റിന് പിന്നെ ബില്ല് കിട്ടി. എൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, റിസൾട്ട് കിട്ടി. അപ്പോൾ ഞാൻ കാണിക്കുന്നത് ഷറഫുദ്ദീൻ ഡോക്ടറാണ്. പക്ഷേ സാറിന്ന് ലീവായത് കാരണം OPയിലുള്ള വേറൊരു ഡോക്ടറായിട്ടോ നമ്മൾ കാണിക്കാതിരിക്കുന്നത്. നമ്മൾ റിസൾട്ടും ടെസ്റ്റൊക്കെ ചെയ്തു, റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടി. മെഡിസിൻ എഴുതി, ഡോക്ടറെയും കണ്ടു, എല്ലാം കണ്ടു. തൃപ്തിയായി. വണ്ടിയിൽ എന്ന് പറയും. മെഡിസിനും കാര്യങ്ങളൊക്കെ മേടിച്ചു പോവാണ്. മെഡിസിൻ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങി പിന്നെ നമ്മള് വണ്ടി കയറി പോവാണ് അല്ലേ. അപ്പോൾ സിനുവിന്റെ അലർജി എന്താ? സിനുവിന്റെ അലർജി കിട്ടിട്ടാ. സിനുവിന്റെ അലർജി നമ്മൾ വിചാരിച്ച മാതിരത്തൊന്നും അലർജി അല്ല സിനുവിന്. വെറൈറ്റി അലർജിയാണ് സിനുവിന്. ഇത് നമ്മൾ അടിച്ച ക്യാമറ ഉണ്ട് സിനു. പിന്നെ അലർജി എന്താ വെച്ചാലേ നമ്മൾ പൊടിയിൽ നിന്നുള്ള ഒരു അലർജി അല്ല അവൾക്ക്. പിന്നെ ഈ പ്രാണികളുടെ, പിന്നെ കൊതുക്, ഈച്ച, ചെറിയ ചെറിയ പ്രാണികള്. എന്നാൽ പൊടി ചെറുതായിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ റൂമിന്റെ ഉള്ളില് പിന്നെ നമ്മൾ ഉറങ്ങുമ്പോ, റൂം മാത്രല്ല പുറത്ത് അവര് വന്ന് ഇരിക്കുന്ന സ്ഥലത്തൊക്കെ അതിൽ നിന്നുള്ള അലർജി. അവരിപ്പോ നമ്മളെ ഡ്രസ്സിൽ വന്നിരുന്ന ആ ഡ്രസ്സ് ഇട്ടാലും അങ്ങനെയൊക്കെ അലർജി. വ്യത്യസ്തമായ ഒരു അലർജി. ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അലർജി ഉണ്ടോ? ഞാന് പ്രാർത്ഥിച്ച എന്താ അറിയോ, ചിക്കൻ ഉണ്ടാവരുതേ, ഫുഡ് ഐറ്റംസുകൾ ഒരു അലർജി ഉണ്ടാവരുതേ പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടാ പോണത്. മെയിനായിട്ട് ചിക്കന്. കാരണം ഫുഡിലൊന്നും ഒരു കുഴപ്പമില്ല. ഫുഡിന് ഒരു അലർജി ഉണ്ടാവും. പിന്നെ പാല്, മുട്ട, ചിക്കന്, ബീഫ്, ചെമ്മീനൊക്കെ നല്ല അലർജി അതൊക്കെ ചെക്ക് ചെയ്തപ്പോ അതിനൊന്നും നമ്മള് ഫസ്റ്റ് ടെസ്റ്റിങ്ങിലൊന്നും ഒരു കുഴപ്പമില്ല. ഇനി വേണമെങ്കിൽ ഒരു പൊടിയിൽ അലർജിയും കൂടി ഒന്നും കൂടി ഒരു 2 മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അല്ലേ. 1 മാസം ഈ മെഡിസിൻ കഴിച്ചതിന് ശേഷം. അല്ലെങ്കിൽ കൊതുക്കെ നേരെ തേച്ച് വെച്ച് കുളിക്കണേ. ഈ കുളിക്കാതൊക്കെ വരുമ്പോ ഈ ഈച്ചയും പിന്നെ കൊതുകൊക്കെ പാടെ. ഈ പൊതുവെ കുളിക്കാൻ മടിയാണ് ഈ പെണ്ണുങ്ങൾ അല്ലേ? അല്ല എനിക്ക് പെണ്ണുങ്ങൾക്ക് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എനിക്ക് പിന്നെ കുളിക്കൂല്ല, ഇതാക്കൂല്ല. അങ്ങനെയാണ് ഷിനുവിന്റെ അലർജിയെ കണ്ടെത്തിയിട്ടുണ്ട് നമ്മള്. ഇനി എന്തൊക്കെ അലാക്കാണോ ഉണ്ടാവുക നമ്മൾ നോക്കി നോക്കല്ലേ. അതിനുള്ള മരുന്ന് കഴിച്ചു നോക്കാം. എന്താ പാട് പറഞ്ഞാൽ ഈ ദശ വന്നടയണതൊക്കെ അതുകൊണ്ട് തന്നെ ആവോ? അവരെ എന്താണ് പറഞ്ഞ പ്രാണികളുടെ പൊടി ഇതൊക്കെ മൂക്കൊക്കെ കയറിയിട്ടാണ് രാത്രി മൂക്കടപ്പും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞത്.
അറിയില്ല, ഡോക്ടർമാർ അവരെ കണ്ടെത്തില്ല, നമ്മൾ നോക്കാം അല്ലേ, അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്ത് നോക്കാം, ആശ്വാസം ഉണ്ടോ നോക്കാലോ നമുക്കില്ലേ, ഒരു പരിഹാര മാർഗം. പുതപ്പ് ആദ്യം നമ്മളെ റൂമിലുള്ള പിന്നെ ബെഡ്ഷീറ്റും അതെല്ലാം ചൂടുവെള്ളത്തിലിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നല്ല വെയിലത്തിട്ട് ഉണക്കാൻ അല്ലേ. പക്ഷെ ബ്ലാക്ക് നെറ്റ് നമുക്ക് ചൂടുവെള്ളത്തിൽ ഇടാൻ പറ്റൂലല്ലോ, അപ്പൊ നല്ല വെയിലത്തിട്ടിട്ട് ഉണക്കിയിട്ട് അതിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ കളയാം. ഇനി അതിനുള്ള പ്രതിരോധിക്കാം. അപ്പൊ കുട്ടി എന്താ, കുട്ടി കുഴപ്പമൊന്നുമില്ലല്ലോ? കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, അവനവിടെ ഹാപ്പിയാണ്. അവൻ ഉറങ്ങി എണീറ്റു. ഭക്ഷണം നമ്മളൊന്ന് വീട്ടിൽ നിന്ന് കഴിക്കില്ല മോളെ, നേരെ വീട്ടിൽ പോയിട്ട് കഴിക്കാനാ നല്ലത്. സമയം ഇപ്പൊ എത്രയായി? ഇപ്പൊ എത്ര സമയമായി? 1:30. എനിക്കാണ് 1:45 വിശന്നിട്ട് എന്റെ കൊടയില് കരിയുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ഫൈസി പറഞ്ഞ റെസ്റ്റോറന്റ് ഇതുണ്ട്, ഒരു റെസ്റ്റോറന്റ്, അവിടെ പോവാം. എന്നും മസാലയിൽ തന്നെയല്ലേ. പെരിന്തൽമണ്ണക്ക് വന്നാല് പിന്നെ മസാലിന്നാണ് ഇവൾക്ക് ഫുഡ് ഇഷ്ടം അല്ലേ. അധികം നമ്മൾ അവിടെ തന്നെ വേറെ നമുക്ക് മാറ്റി പിടിച്ചോക്കാം. ഫൈസി കഴിച്ചല്ലേ ഒരു വട്ടം? ഒരു വട്ടം നമ്മൾ എവിടെ പോയി വരുമ്പോൾ കഴിച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ ഫൈസിയിലെത്തിയിട്ട് തിരക്കുണ്ടെന്ന് ഞാനിതിൻ്റെ റീൽസൊക്കെ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റയിൽ. ഫൈസിൻ്റെ നമ്മളെ ഉസ്താദ് ഹോട്ടലല്ലേ, അതിൻ്റെ തീമാണിത്. സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇങ്ങനത്തേട്ടോ പഴയ ചെയറുണ്ട്, അല്ലാതെ ഇരുമ്പിന്റെ പഴയ നമ്മളെ സാറുണ്ടല്ലോ മടക്കണ, പണ്ടത്തെ കല്യാണത്തിനൊക്കെ പോയാല് മടക്കി വെക്കാം. എന്താ ഓർഡർ ആണ്? ഞാൻ കുറച്ച് ദിവസമായി തേങ്ങാച്ചോറ് കഴിക്കണം വിചാരിച്ചിട്ടുണ്ട്. തേങ്ങാച്ചോറോ? ഞാൻ തേങ്ങാച്ചോറാണെന്ന് കഴിക്കാൻ പോകും. തേങ്ങാച്ചോറും പിന്നെ ബീഫ് വരട്ടിയതും പിന്നെ ചിക്കൻ കൊണ്ടാക്കാം. നിങ്ങളെന്താണ്? നീരാളി റോസ്റ്റ് വയ്ക്കാൻ എനിക്ക് പറ്റൂല കേട്ടോ. അപ്പം അതാണ് ഇവിടുത്തെ ആംബിയൻസ്, നമ്മളെ പഴയ ഓർമ്മകൾ. കുറേ ദിവസമായി തേങ്ങാച്ചോറ് കഴിക്കാൻ. തേങ്ങാച്ചോറ് വന്നല്ലേ, പൈസത്തെ തേങ്ങാച്ചോറും ബീഫാന്ന് ഉണ്ടോ കഴിച്ചാൽ? അത് വീട്ടിലുണ്ടാക്കല എനിക്ക് തേങ്ങാച്ചോറ് ഉണ്ടാക്കാറില്ല. എൻ്റെ കേക്കുണ്ടാക്കി തേങ്ങാച്ചോറ് ഉണ്ടാക്കാറില്ല. ഇതാണ് നമ്മൾ നീരാളി റോസ്റ്റ്, ബീഫ് വരട്ടും ചിക്കൻ കൊണ്ടും 3 ഐറ്റം എടുത്തിട്ടുണ്ട്. കഴിച്ച പോലെ എൻ്റെ ബീഫും കൂട്ടിയിട്ട് ബീഫ് എങ്ങനത്തെ അറിയാം? പള്ളിക്ക് നമ്മളെ മൗലൂദിന് കിട്ടൂലേ, ആ ടേസ്റ്റ്. ചിക്കനോ? ചീനച്ചട്ടിയിലെ കൊണ്ടുവന്നത് ഇവിടെ എങ്ങനെ കൊണ്ടുവല്ലേ? ചീനച്ചട്ടി അതേപോലെ വലിയ ഉള്ളി ഒക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ബീഫ് കഴിച്ചത് എന്താണ്? ഞാൻ പറഞ്ഞില്ലേ മല്ലികത ബീഫിൻ്റെ ടേസ്റ്റാണ്. നിങ്ങളെ സ്പെഷ്യൽ നീയാണ്. ഞങ്ങൾ ഇതൊക്കെ പാടെ കഴിച്ചിട്ട് കാണാം. അത് ഫിലിമിൻ്റെ കേസറ്റ്, ഇപ്പോഴൊക്കെ CD എന്നൊക്കെ പറയുന്നത്. മറ്റേ ടേപ്പ് പെട്ടിയിലിടുന്നല്ലേ,
VCR പഴയ VCR പാലും എണ്ണൊക്കെ കടയിൽ നിന്ന് കളക്കണം. പഴയ VCR കേട്ടോ. പിന്നെ DVD ആയി മാറി. അവിടെ ഒരുപാട് അടുത്ത് പണിക്കോവില്ലേ നമ്മളെ വലിയപ്പാരും ഓലക്കിടുന്ന. പിന്നെന്താ നമ്മളെ ചാലിൽ വെള്ളം വരുമ്പോൾ നമുക്ക് ഒഴിക്കുന്ന സ്ഥലത്തുണ്ട് തേവ്. നമ്മളങ്ങനെ ഫൈസിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ഫുഡിന്റെ റിവ്യൂ? ഞാൻ അവിടെ ചോദിക്കണേ. എന്നോട് കഴിക്കുന്ന ഫുഡ് ഞാൻ കഴിക്കലുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. നമ്മള് പിന്നെ ആ നീരാളി എടുത്തതിനെ കുറിച്ച് നമ്മളോട് അടുത്ത് പറഞ്ഞില്ലേ, അത് നല്ല റോസ്റ്റ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അത് ഒന്ന് കുറച്ചും കൂടി ഡ്രൈ ആവണം, അത് അതിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഒന്നും പറയാല്ലോ. ഞാൻ കഴിച്ചത് എന്താണ് തേങ്ങാച്ചോറും പിന്നെ കുറച്ച് ബിരിയാണി റൈസും കഴിച്ചു. അതിനൊക്കെ ഇഷ്ടം തേങ്ങാച്ചോറാണ്. തേങ്ങാച്ചോറും ബീഫും അല്ലേ? വീട്ടിലുണ്ടാക്കി തരണേ, വീട്ടിലുണ്ടാക്കും ചെയ്യണേ. എനിക്ക് തേങ്ങാച്ചോറ് ഉണ്ടാക്കാറില്ല. തേങ്ങാച്ചോറ് ഉണ്ടാക്കാനിപ്പോ അത്ര പണിയൊന്നും ഇല്ല കുട്ടിയെ. പണിയില്ലാന്നോ? സാധാ ചോർക്ക് കുറച്ച് തേങ്ങ ഉലുവ, ചെറിയ ഉള്ളി, പിന്നെന്താ തേങ്ങ, ഇതൊക്കെ അവിടെ ഇട്ടിട്ട് എന്താണ് വറ്റിച്ചെടുക്ക. മുന്നേ പറഞ്ഞ എനിക്ക് തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ അറിയില്ല. അങ്ങനെയല്ല, അതിന്റെ കണക്കും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. അങ്ങനെ കണക്കറിഞ്ഞിട്ടൊന്നുമില്ല. ഇവിടെ ഒരു നുള്ളിങ്ങനെ വാരിയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇടുമ്പോ അങ്ങോട്ട് ശരിയാവലാണൊക്കെ. പിന്നെ ഫസ്റ്റത്തൊക്കെ കുളമാവും, പിന്നത്തൊക്കെ ശരിയാവും. പക്ഷെ ഞാനെന്താ പറയാ, ഇവരെ വീട്ടിൽ ആർക്കും തേങ്ങാച്ചോറ് ഇഷ്ടമല്ല. എനിക്ക് തേങ്ങാച്ചോറ് ഇഷ്ടമല്ല കേട്ടോ. ഇഷ്ടല്ല, കിട്ടിയ കഴിക്കും. പക്ഷെ കൂടുതൽ ഇഷ്ടമല്ല. നമുക്ക് ഇഷ്ടം ഒറ്റ സാധനമുള്ളൂ, കുട്ടൻ ബിരിയാണി. ഇവര് അതിന്റെ മീൻ KK കർമ്മത്തോല് കുട്ടൻ ബിരിയാണിന്റെ ആൾക്കാരാണ്. ഞാൻ കുട്ടൻ ബിരിയാണി കഴിക്കാൻ തുടങ്ങിയത് ഇവരെ അവിടെ വന്നിട്ട്. ഞാൻ പിന്നെ ഫുള്ള് ചിക്കൻ ബിരിയാണി. കുട്ടൻ ബിരിയാണി വേറെ വൈബാണ്, പ്രത്യേകിച്ച് നമ്മള് മലബാർ ബിരിയാണിയും കൂടി പോക്കാന്റെ ബിരിയാണിയും കൂടി ആകുമ്പോ പിന്നെ അത് പറയണ്ട, പൊളിക്കും. ഞാനും ഇപ്പൊ അതിന്റെ ആളായിക്കണം കേട്ടോ, ഇവിടെ വന്ന് കഴിക്കാൻ തുടങ്ങി. ഫുഡ് കാര്യങ്ങളൊക്കെ വലിയ എമൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഐറ്റംസ് ഒക്കെ 100-400 രൂപ ആയിട്ടുള്ളൂ. അപ്പൊ ചിക്കൻ ക്വാർട്ടർ പ്ലേറ്റ് ആണൊക്കെ അല്ലേ, ക്വാർട്ടർ പോർഷൻ ആണ് കംപ്ലീറ്റ്. പക്ഷെ നമുക്ക് രണ്ടാളും കഴിക്കാനാവും. മതി രണ്ടാളും കഴിക്കാവുന്നത്. പിന്നെ 3 ഐറ്റം റൈസും പിന്നെ ക്വാർട്ടർ ചിക്കനും. റൈസ് എത്ര എടുക്കല്ലേ? ക്വാർട്ടർ ചിക്കനും നമുക്ക് 3 റൈസും കൊണ്ടുവന്നേരുട്ടാ. നമുക്ക് എത്ര വേണ്ടിച്ചാലും ബീഫും അതൊക്കെ പാടെടുത്ത് നമുക്ക് 400 രൂപ ആയത് അല്ലേ? കുഴപ്പമില്ല. പിന്നെ എന്നും ഫ്രൈഡ് റൈസ് അല്ലേ, അത് വിട്ട് കളിയില്ല. ഞാൻ റെസ്റ്റോറന്റ് കയറിയല്ലേ, ഫ്രൈഡ് റൈസും കഴിഞ്ഞ് ഇനി അടുത്ത പോക്കിൽ വേറെ സാധനം വേണ്ടിയല്ലോ. എനിക്ക് എന്താണ് എന്റെ ഫേവറേറ്റ് സാധനം ഉണ്ടല്ലോ, എന്താ ഷവർമ്മ. അതാണ്. അതല്ല ഇനിയോ, ഇനി ഞാൻ പറഞ്ഞത് എന്താന്നറിയോ, എനിക്ക് പോണ വഹിക്കുന്നത് എനിക്ക് മറ്റേത് മേടിച്ചു, കരിമ്പ് ജ്യൂസ്. അത് പേരും അറിയില്ല എനിക്ക് എന്താണ്. കരിമ്പ് ജ്യൂസ് കിട്ടണില്ലേ? അതിന്റെ ഫേവറേറ്റ് ആണ്, നല്ല ഇഷ്ടമാണ് കരിമ്പ് ജ്യൂസ്. അതുപോലെ ലൈം. മറ്റു ജ്യൂസ് ഒന്നും വലിയ താല്പര്യമില്ല. മാലാറമ്പില്ലേ, മാലാറമ്പ് എന്ന് പറയും. മാലാപറമ്പ് എന്നാണ് ഒറിജിനല്, പക്ഷെ നമ്മള് പറയാ മാലാറമ്പ് എന്നാണ്. ആ വൈക്കുണ്ടാവും കരിമ്പ് ജ്യൂസ്. പിന്നെ അതും കുടിച്ചിട്ട് പോണം. എന്റെ എൽസിന് അവിടെ ഉണ്ട് പാവം, പക്ഷെ അതിന് കുഴപ്പമില്ല കേട്ടോ. കരിമ്പ് ജ്യൂസ് കിട്ടാൻ പോകുന്നു. കരിമ്പ് ജ്യൂസ് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം പണ്ടേ ഇഷ്ടമാണ് കരിമ്പ് ജ്യൂസ്. കരിമ്പ് ജ്യൂസ് മേടിച്ചിട്ട് ഒന്ന് പോയിട്ട് കരിമ്പ് ജ്യൂസ് മേടിച്ചിട്ട് ഫീൽഡ് എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തോ. കരിമ്പ് ജ്യൂസ് ഒക്കെ വരുന്നുണ്ട്. ഇഷ്ടോ വേണ്ട നല്ല മധുരം. ഇതില് മധുരം ഇഷ്ടോ? മണ്ണാർക്കാട് ഇതിനേക്കാളും മധുരം. കരിമ്പ് ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? വേണ്ടിയിട്ടല്ല, അതൊക്കെ ഒരു ചടങ്ങിലൊരു മേടിക്കണല്ലേ? അല്ല വേണ്ട, പെപ്സി സാധനം കൊടുക്കാൻ
ഉപ്പുണ്ടോ? ഉപ്പുണ്ടോ? ആകെ കച്ചറ ഗൈസ്. എന്ത് കച്ചറ? കച്ചറ ആയാലും ഉണ്ട് ഒരു കച്ചറ. അങ്ങനല്ല കച്ചറ. ആദ്യം ചോദിച്ചേ വയസ്സ് എത്ര ചോദിച്ചു. അപ്പൊ ഞാൻ വയസ്സ് പറഞ്ഞു. പക്ഷെ നിങ്ങക്ക് ഡേറ്റ് അറിയില്ല. അപ്പൊ ഞാൻ പറയട്ടെ, ഞമ്മ ഡേറ്റ് ഇപ്പൊ ഒരു ദിവസം അങ്ങനെ നോക്കി. ഈ വെഡിങ് ആനിവേഴ്സറി ഡേറ്റ്, ഈ എന്റെ ബർത്ത്ഡേ ഡേറ്റ് ഒക്കെ, ഇതൊക്കെ ഒരു പുരുഷന് ആ ഭർത്താവ് അറിയണമെന്ന് ബന്ധപ്പം നിർബന്ധം. പിന്നെ അറിഞ്ഞു നോക്ക, അതിലും എന്താ കാര്യം? അറിഞ്ഞിട്ട് അന്നത്തെ തല പിടിച്ച് 4 തള്ളല് ഗൈസ്. എന്ത് ഓളെ ബർത്ത്ഡേ ഡേറ്റ് കറിയായിട്ടും പിന്നെ വെഡിങ് ആനിവേഴ്സറി ഏപ്രിൽ 16 അല്ലേന്ന്. വെഡിങ് ആനിവേഴ്സറിയുടെ ഡേറ്റ് ആണ് ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന ഡേറ്റ്. എന്തിനാ വെറുതെ ഓർത്ത് വെച്ചിട്ട് കാര്യം? നല്ല കാര്യം. വെഡിങ് ആനിവേഴ്സറി ഓർത്ത് വെച്ചാൽ അന്നൊരു ദിവസം അങ്ങനെ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തന്നെ. ഇതാ ധരിച്ചിരുന്നത്? അതല്ലേ ന്യൂ ജനറേഷൻ. വളരെ മോശമുള്ള ചിന്താഗതിയാണ് എന്റെ ഒക്കെ. ഒരു ഗിഫ്റ്റ് ആണ് ഇപ്പൊ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് തരണ്ടേ? അല്ല പിന്നെന്തായിരുന്നു? ഞാൻ ആലോചിക്കണമെന്നല്ല. പണ്ടാറത് അങ്ങനെ കെട്ടാന്ന് തോന്നിയല്ലോ ആലോചിക്കണത്. എന്നാ എന്റെ ബർത്ത്ഡേ ഡേറ്റ് എന്ന് പറഞ്ഞു. സെപ്റ്റംബർ 24. ഇയർ പറയണ്ട. അതല്ല, ഇങ്ങക്ക് 2 ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. അതറിയോ നിങ്ങക്ക്? എനിക്കങ്ങനെ പല ഡേറ്റ് ഓഫ് ബർത്ത്. ഞാനതൊന്നും ഓർത്തോക്കാറില്ല. ജനിച്ചൊരു ദിവസം എന്താണ് സർട്ടിഫിക്കറ്റിൽ വേറൊരു ദിവസമാണ്. എന്നിട്ട് പറയും ഇനിയിപ്പോ തല്ലുകൂടണ്ട. വെഡിങ് ആനിവേഴ്സറി ഡേറ്റ് വരെ എനിക്കറിയില്ല. ഏപ്രിൽ 16 അത്ര. നിങ്ങൾ കല്യാണം കഴിച്ചിരിക്കണ ഏപ്രിൽ 22-ന് നിക്കാഹും നടന്ന് ഏപ്രിൽ 24-ന് കല്യാണം നടന്നു. അങ്ങനെയാണ്. ഒരാൾക്ക് അറിഞ്ഞാ മതി. എന്തിനാ ഇത് നാട്ടിൽ? അല്ല, ഞാൻ ഒറ്റക്കാണ് കല്യാണം കഴിച്ച്. അതല്ല, കല്യാണം കഴിച്ചത് ഓക്കെ. അതിൽ അനക്കറിയില്ലേ? ഇനിയിപ്പോ ഞാൻ മറന്നാലും അനക്കറിയില്ലേ? അത് മതിയല്ലോ. രണ്ടാളും അറിഞ്ഞിരിക്കണല്ലോ. ഇത് രണ്ടാളും കൂടി കാര്യല്ലേ? എന്തിനാ കുട്ടി ഒരാൾ അതിന് നമ്മളെ പേപ്പറും റിക്കാർഡിക്കലൊക്കെ നമ്മുടെ അടുത്തില്ലേ? എന്തേത് ഇങ്ങനെ മനസ്സിൽ ഓർത്ത് ഓർമ്മ ഉണ്ടാവുമ്പോ ഇങ്ങനെ എടുത്തോക്കാം. ഇത് എന്തിനാ ആവശ്യം വരിക? ഡേറ്റോ? ഇങ്ങോട്ട് ചോദിക്കാണ് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി ചോദിച്ചാല് അപ്പൊ നമ്മള് പറയും 6-8 വർഷമായി എന്ന് പറയും. എന്തിനാ കൂട്ടിന് കറക്റ്റ് ഡേറ്റ് അറിയണം, മാസം അറിയണം. എത്ര വർഷമായി അറിയാന് ഡേറ്റ് അറിയണ്ടേ? നമുക്ക് ബർത്ത്ഡേ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ പിന്നെ വർഷത്തിൽ ഓരോ ആയുസ് ഇങ്ങനെ കുറഞ്ഞ് കൂടി വരുന്ന. അതുപോലെ എന്തിനാ വെഡിങ് ആനിവേഴ്സറി ഡേറ്റ് എന്തിനാ നമ്മൾ അറിയണേ? എത്ര വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് അറിയാന്? അതിന് ഡേറ്റ് എന്തിനാ അറിയണേ? ഡേറ്റ് അറിഞ്ഞാലല്ലേ എത്ര വർഷമായി. 2020-ലോ അല്ലെങ്കിൽ പിന്നെ 2018-ലോ കല്യാണം കഴിഞ്ഞ്. ഏത് വർഷം കല്യാണം കഴിഞ്ഞ്? 2018-16-ല് 2016-ല് കല്യാണം കഴിഞ്ഞു കൂട്ടിയാ പോരെ? എന്തിനാ ഇനി വേറെ കൂട്ടുന്ന? ഡേറ്റ് അറിയണം, മാസം അറിയണം, അതിന് സർപ്രൈസ് ഗിഫ്റ്റ് വേണം. അച്ഛേ വളരെ മോശമായ തീരുമാനങ്ങളും ആ ചിന്താഗതികളൊക്കെ കുട്ടിയാണ് ഇങ്ങനൊക്കെ ആയത്. പൊതുവെ ആണുങ്ങള് വെഡിങ് ആനിവേഴ്സറി ഡേറ്റ് ഓർത്ത് വെക്കാറില്ല. നമ്മള് മാത്രല്ല, ഓരോരുത്തർ നോക്കിയോ അത് ഓർത്ത് വെച്ചാൽ അത് ഓർത്തെന്താ പണ്ടാറെന്താ കല്യാണം ഒന്നും മാണ്ടിയതിലാന്ന് തോന്നും. എന്താ ചെയ്യാ, ജീവിതമായി പോയില്ലേ അല്ലേ? ഞങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നണേ, നിങ്ങൾക്ക് മാത്രല്ലേ. ആയിക്കോട്ടെ, അങ്ങനെ തോന്നാൻ പാടില്ല. അത് ആണുങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് എന്തോ ഞങ്ങൾക്കൊന്നും പാടില്ല. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ പെണ്ണുങ്ങൾക്ക് എന്താവുന്ന ആണുങ്ങൾക്ക് ഒന്നും മുണ്ടാതെ വീട്ടിലിരിക്കണം എന്നാണ് ഇപ്പൊ. അങ്ങനൊക്കെ കാലം മാറിയിരിക്കണം. അങ്ങനെ നമ്മള് വീട്ടിലെത്താറായിട്ടോ ഓരോ കഥകളും കാര്യങ്ങളും പറഞ്ഞു അല്ലേ ഇവിടെ എത്തിയത്. വെഡിങ് ആനിവേഴ്സറിയുടെ ഡേറ്റ് ഒക്കെ ഓർത്ത് ഭ്രാന്തല്ല മനുഷ്യന്മാർക്ക്. ഭ്രാന്തത്ര കേസ്. നിങ്ങൾ ഈ ഈ ഇതിനോട് യോജിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. നിങ്ങളെ ഭർത്താക്കന്മാരൊക്കെ എങ്ങനെയാണോന്നൊന്ന് പറയും. എന്തായാലും എന്റെ ഭർത്താവ് എങ്ങനെയാണ് ഇന്ന് എല്ലാരോടും ചോദിച്ചോക്കാൻ പറയും എന്താണ് നമ്മളെ വെഡിങ് ആനിവേഴ്സറിയുടെ ഡേറ്റ് എന്ന്
ഓരോ ഭർത്താക്കന്മാരോടും ചോദിച്ചു നോക്കാമോ? എല്ലാരും ചോദിച്ചോക്കിട്ടാ അവര് ഓൾക്കൊക്കെ അറിയണ്ടാവും, നിങ്ങൾക്ക് തന്നെ അറിയാത്ത. ഞാനത് ഓർത്തൊക്കെ നിക്കലില്ല, സത്യത്തിൽ അതാണ്. അതിനൊക്കെ ഇവിടെ തല്ലുകൂടിയിട്ട് എന്ത് കാര്യമാണ്? അത് ഓർത്ത് വെക്കണ്ടേ, അത് നല്ലതല്ലേ എന്നൊക്കെ. എന്തിനു നല്ലത്? നല്ലത് തന്നെയാണ്, വളരെയധികം നല്ലതാ. അപ്പൊ ഷിനുവിന്റെ താത്താന്റെ വീട്ടിൽ എത്തിയിട്ട് ഞങ്ങള് ഉമ്മയും ഉപ്പയും അങ്ങനെ വായനശാലൊക്കെ പോയി വന്നിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഏതാണ് വായനശാല എന്നൊക്കെ ചോദിക്കൂലേ? ഏതാണ് വായനശാല? വായനശാല അറിയില്ലല്ലോ, എടിയൂരുള്ളവർക്ക് വായനശാല. എന്റെ വീഡിയോ കാണുന്നവര് എടിയൂര് മാത്രല്ലല്ലോ ഉള്ളത്. എന്റെ വീഡിയോ ഞാൻ ഇപ്പൊ MES പോയപ്പോ അവിടെ ഉള്ള ആൾക്കാരൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും എൻ്റെ ഒരുപാട് താങ്ക്സ്, എൻ്റെ നന്ദിയുണ്ട്. എവിടെയാണോ ഇത്? എൽസിനല്ല കേട്ടോ, ഇത് ചിഞ്ചുവാണ്. ചിഞ്ചുവാനെ കാണാനില്ല. എൽസിനെ എവിടെ ഉറങ്ങണം? എൽസിനും ഇവിടെ നല്ല ഉറക്കാണ്. ഏച്ചീനെ ഇമ്മച്ചി കുട്ടി ഉണന്നാ? ഇമ്മച്ചി ടാറ്റ് പോയി വന്നില്ലേ? എവിടെ വണ്ടി? നമ്മൾ വണ്ടിയുടെ ഇത് ടാറ്റ് പോയി അമ്മമാരുടെ കൂടെ? ടാറ്റ് പോയി വന്നാ ഇപ്പച്ചിയുടെ? ഇപ്പച്ചിയുടെ കുട്ടീനെ കിട്ടിയോ? നമുക്ക് കൊണ്ടുപോവോളെ എൽസിനെ? അപ്പൊ എങ്ങനെ കൊണ്ടുപോവാ? പോരായിട്ട് ഇതായിക്കണം കേട്ടോ. ഇപ്പൊ നമ്മള് താത്താന്റെ വീട്ടിൽ പോയപ്പോ എൽസിന് നല്ല ഉറക്കിയെന്ന് കേട്ടോ. കുറച്ച് ഞങ്ങള് വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നപ്പത്തിന് അവന് എണീറ്റു. പിന്നെ ഞങ്ങൾ പോന്നു ഇങ്ങോട്ട്. കുഞ്ഞ് വളാഞ്ചേരി ഇവിടെ നിക്ക്. എൽസിന് എന്തൊക്കെയാ കാട്ടുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ വളാഞ്ചേരി ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്ര ഉള്ളൂ. റിച്ച് പിന്നെ സ്കൂളിൽ പോയതാണ്. അവന് എത്ര ആയിട്ടില്ലല്ലോ? സമയത്തായി 3:30. 4 മണിക്ക് ശേഷം അവനെത്തും. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ഗൈസ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കും. പിന്നെ നമ്മള് വീഡിയോയില് ഫീഡിങ് കുട്ടി എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ? ഫീഡിങ് കുട്ടി ഇപ്പൊ അവളെ വീട്ടിലാണ്. അവൾ ഉപ്പ വന്നിട്ടുണ്ട്. അപ്പൊ അവൾ അവിടെ ഇൻഷാല്ലാ അവള് അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് തിരിച്ചു വരും കേട്ടോ. അതാണ്. അപ്പൊ ഞങ്ങൾക്ക് കുറുമ്പൊക്കെ തുടങ്ങി. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പൊ ഓക്കെ, ടാറ്റ, ബൈ ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം.